പ്ലസ് ദിവസത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാം. ഇതെന്റെ ഫ്രണ്ട് സുരു, ഓൾസോ നോൺ ആസ് അനവത്യ. ഞങ്ങൾ രണ്ടുപേരും ഈ തുള്ളിച്ചാടി നടന്നു പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, വടകരയിലുള്ള ലൂം സലൂണിലേക്കാണ്. ആൻഡ് അവർ ഇതിപ്പോൾ അങ്ങ് സോഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ആൻഡ് അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ വീഡിയോ എടുക്കാൻ പോയതായിരുന്നു ഞങ്ങൾ. ആൻഡ് ഞങ്ങൾക്കൊരു ഓഫറും കൂടി ഉണ്ടായിരുന്നു, ഇഷ്ടമുള്ള സർവീസ് എടുത്തോളാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഹെയർ കളർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. സുരു ആണെങ്കിൽ ഒരു ഫേഷ്യലും പിന്നെ ഹെയർ സ്പായും ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആൻഡ് അതിനുശേഷം തലയിൽ ഏത് കളർ അടിക്കും എന്നുള്ളതിൻ്റെ ആകുലമായ ചർച്ചയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സുരു പറയുന്ന മലയാളം ആ ചേട്ടൻ പറയുന്ന ഹിന്ദി സുരുവിന് മനസ്സിലാവാത്തതുകൊണ്ട് അവർ തമ്മിൽ വളരെയധികം ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ജഗ പുകയായിരുന്നു. കാരണം നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര നല്ലൊരു ഹെയർ വാഷും അതിനുശേഷം പിന്നെ ഹെയർ കളറിങ്ങും സുരുവിൻ്റെ ആണെങ്കിൽ ഫേഷ്യലും സ്പായും എല്ലാം കൂടെ നല്ല തകൃതിയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴുകുന്നു, ഉണക്കുന്നു, പിന്നെ കളറടിക്കുന്നു, പിന്നെയും കഴുകുന്നു, ഉണക്കുന്നു, കളറടിക്കുന്നു, ഇതൊക്കെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. എൻ്റെ അമ്മയെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയുണ്ടായിരിക്കും, കാരണം എൻ്റെ മുടി ഓൾറെഡി കേളി ഹെയർ ആണ്. അപ്പം ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ഏതാനും ചില ദിവസങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിനുശേഷം പിന്നെ പ്രസൻറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു കഫേ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ച് അങ്ങ് ഇരുന്നു. എന്നിട്ട് അവിടെ നമ്മൾ അവരുടെ ഓഫീസ് സ്പേസിലൊക്കെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിനുശേഷം പിന്നെ ദീപ് വന്നു. പിന്നെ അവനെയും കൂട്ടി നമ്മളൊരു ഷർട്ട് എടുക്കാനൊക്കെ പോയി. പിന്നെ നമ്മൾ മന്തി കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഗൗതുവിനെ കാത്തിരുന്നു. ഗൗതുവാണെങ്കിൽ ജിപ്സിയൊക്കെ എടുത്ത് പൊട്ടിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. ഞങ്ങളവിടെ ഈശ്വരനെ വിളിച്ചുകൊണ്ടാണ് ആ വണ്ടി കയറിയിരുന്നത്. അങ്ങനെ നമ്മൾ മന്തിക്കടയിലൊക്കെ എത്തി മന്തിയൊക്കെ ഓർഡർ ചെയ്ത് വയറിറച്ചൊക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിൽ പോയി. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.